ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ശരീരവും മനസ്സും കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ 5 വർഷം കഴിയുമ്പോഴും നമ്മുടെ രൂപത്തിനും ഭാവത്തിനും വികാര വിചാരങ്ങൾക്കും മനോഭാവത്തിനുമൊക്കെ പ്രകടമായ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇന്ന് അതിനകത്ത് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം പക്ഷേ ഒരു 5 വർഷം കഴിയുമ്പം നമുക്കിഷ്ടപ്പെടാം. അതുപോലെ ഇപ്പം നമുക്കിഷ്ടമുള്ള ഒരു കാര്യം ഒരു 5 വർഷം കഴിയുമ്പം ഇതേപോലെ താല്പര്യം ഉണ്ടാകണമെന്നില്ല. അതുപോലെ ചില വ്യക്തികളോടും അങ്ങനെയാണ്. ഇന്ന് നമുക്ക് നല്ല താല്പര്യമുള്ള ഒരാളിനോട് നാളെ നമുക്ക് അതുപോലെ ആകണമെന്നില്ല. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് പൊതുവേ ലൈംഗികപരമായിട്ട് കൂടുതൽ ആകർഷണം തോന്നുന്നത് എങ്ങനെയുള്ള പുരുഷനോടായിരിക്കും? നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് നല്ല ആരോഗ്യവും സന്തോഷവുമുള്ള വികാര വിചാരങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്ന ജീവിതം ആസ്വദിക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് കേട്ടോ. സ്ത്രീകളെ സംബന്ധിച്ച് അവർ കൂടുതലായിട്ട് ആകർഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഏത് കാര്യത്തിനും നല്ല ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ചില പുരുഷന്മാരെയാണ്. പ്രത്യേകിച്ചും ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്തൊക്കെ പുരുഷന് നല്ല ആത്മവിശ്വാസമുള്ള ആളായിരിക്കണം. അങ്ങനെയുള്ളൊരു പൊതുവെ സ്ത്രീകളെ ശല്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറത്തില്ല. എന്ന് വെച്ചാൽ അവൻ എപ്പോഴും ഒരു വാല്യൂ അവന് തന്നെ കൊടുക്കും. സ്ത്രീകൾക്ക് പൊതുവേ ഒരു കഴിവുണ്ട്. എന്തോന്ന് വെച്ചാൽ ഒരു പുരുഷനോട് കുറച്ച് സമയം സംസാരിച്ചാൽ തന്നെ എങ്ങനെയുള്ള ആളാണെന്ന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില പുരുഷന്മാരെ സംബന്ധിച്ച് എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാവുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. തന്നെയല്ല, അവരുടെ ആ ആത്മവിശ്വാസവും ധൈര്യമൊക്കെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും. എന്ന് വെച്ചാൽ ജീവിത പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വലിയ ആശങ്കയൊന്നുമില്ലാതെ സമചിത്തതയോടെ നേരിടുന്ന ചില പുരുഷന്മാരുണ്ടല്ലോ. അവരോട് സ്ത്രീകൾക്ക് പൊതുവേ ഒരു ആകർഷണമുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അമിതമായിട്ട് ടെൻഷൻ അടിക്കുന്ന, മറ്റുള്ളവരെ കൂടെ ടെൻഷൻ അടിപ്പിക്കുന്ന ചില പുരുഷന്മാരുണ്ടല്ലോ. ഇവർക്കാണെങ്കിൽ ഒരു വല്ലാത്ത ഉത്കണ്ഠയാണ്, ഭയമാണ്. ഇങ്ങനെയുള്ള പുരുഷന്മാരെ പൊതുവേ സ്ത്രീകൾക്ക് താല്പര്യമില്ല. കാരണം ഇതൊരു ശീലമായിട്ടുണ്ടെങ്കിൽ അത് ആത്മവിശ്വാസക്കുറവിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ലൈംഗികതയിൽ സ്വന്തം സുഖത്തെ മാക്സിമം നിയന്ത്രിച്ച് സ്ത്രീയുടെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ചില പുരുഷന്മാരുണ്ട്. ഇവരെയാണ് സ്ത്രീ ഏറ്റവും കൂടുതൽ മനസ്സിലിട്ട് സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും കാമിക്കുന്നതുമൊക്കെ തന്നെ. അതുപോലെ ഇതിനകത്ത് സ്വന്തം സുഖം മാത്രം നോക്കുന്ന ചില പുരുഷന്മാരുമുണ്ട്. പൊതുവെ അവരോട് സ്ത്രീകൾക്ക് താല്പര്യമില്ല. അതുപോലെ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവരോട്, ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്നവരോട് കൂട്ടുകൂടാനാണ് സ്ത്രീക്ക് പൊതുവേ താല്പര്യം. അപ്പോൾ ഈ ആകർഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്ത്രീകൾ പൊതുവേ 2 തരത്തിലുണ്ട്. ഒന്ന് സ്ത്രൈണത കൂടുതലുള്ള സ്ത്രീയും മറ്റൊന്ന് പുരുഷ പ്രകൃതിയുള്ള സ്ത്രീയും. ഇവരുടെ 2 കൂട്ടരുടെയും ആകർഷണ രീതി വ്യത്യസ്തമായിരിക്കും. സ്ത്രൈണത കൂടുതലുള്ള സ്ത്രീകൾക്ക് പൗരുഷം കുറച്ച് കൂടിയ പുരുഷന്മാരോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അവർ കുറച്ച് റഫായിട്ടുള്ളവരാണെങ്കിലും ഇവർക്കിഷ്ടമാണ്. അതുപോലെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവരോടൊരു വിധേയത്വം കാണിക്കുന്നത് ചില സ്ത്രീകൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ പുരുഷ പ്രകൃതി കൂടുതലുള്ള സ്ത്രീകൾക്ക് കുറച്ച് ഫ്ലെക്സിബിളായിട്ടുള്ള പുരുഷനെ ഇഷ്ടമാണ്. അതുപോലെ ഇവർക്ക് കുറച്ച് മാനേജിങ് പവർ കൂടുതലായിരിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇവരായിരിക്കും. ഏതൊരു വ്യക്തിയാണെങ്കിലും അടിസ്ഥാനപരമായൊരു നേച്ചറുണ്ട് കേട്ടോ. പക്ഷേ അത് പുറമേ കാണുന്നതായിരിക്കത്തില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് പ്രകൃതമുള്ളവരോടാണ് ആകർഷണവും കാമവും കൂടുതലായിട്ട് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഏത് നേച്ചറാണെങ്കിലും പുരുഷനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്ത്രീയെ ആകർഷിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ പൊതുവേ സ്ത്രീയുടെ സൗന്ദര്യവും പുരുഷൻ്റെ കഴിവുമാണ് ആകർഷണത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ മറ്റ് സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാരെ, കാമിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് പൊതുവേ ഇഷ്ടമാണ്. അതുപോലെ കൂട്ടുകാരി ആൺസുഹൃത്തിനെക്കുറിച്ച് ഒരു പ്രത്യേക രീതി പറയുവാണെങ്കിൽ, കൂടുതൽ കെയർ ചെയ്ത് പറയുവാണെങ്കിൽ, കുറച്ച് പഞ്ച് ചെയ്ത് പറയുവാണെങ്കിൽ ഇവർക്ക് ആ പുരുഷനോട് ഒരു പ്രത്യേക ആകർഷണം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ലൈംഗികതയിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. ചില പ്രത്യേക രീതിയോട് താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇവരെ തൃപ്തിപ്പെടുത്തുന്നവരെ വീണ്ടും ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ തന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തമാശ പറയുന്നവരെ ഇവർക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് പുഞ്ചിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതേക്കുറിച്ചൊരു 10 സ്ത്രീകളോട് ചോദിച്ചാൽ 10 തരത്തിലായിരിക്കും പറയുന്നത്. എന്നാലും അതിനകത്ത് ഇതുപോലെ ചില പൊതുവായ രീതികൾ കാണും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.